ഒരു ഓൾഡ് ഷർട്ടിൽ നിന്നും ഒരു ചെറിയ ഒരു കുഞ്ഞുടുപ്പ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഈ ഷർട്ടിൽ നിന്നാണ് നമ്മൾ ഈ ടോപ്പ് കട്ട് ചെയ്യണം കേട്ടോ. ഈ ടോപ്പാണ് അത്, ആ ഷർട്ടിൽ നിന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടോപ്പിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു 15 ഇഞ്ച് ലെങ്ത് ഉണ്ട്. ഇതൊരു 8 മാസം 10 മാസമൊക്കെ പ്രായമുള്ളൊരു കുട്ടീൻ്റെ അളവിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഷോൾഡർ 7 ഇഞ്ചുണ്ട് കേട്ടോ. 7 ഇഞ്ച് ഷോൾഡർ ഉണ്ട്. ഈ ചെസ്റ്റിൻ്റെ അവിടെ വരേണ്ട അളവ് 9 ഇഞ്ചാണ്. അതേപോലെ വേസ്റ്റിൻ്റെ അവിടെ 9 തന്നെയാണ് കേട്ടോ. ഈ യോക്ക് ഒരു 7 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഈ സ്കേർട്ട് പാർട്ട് ഒരു 8 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഈ അളവിലാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു 8 മാസം ഒരു 9 മാസം അല്ലെങ്കിൽ ഒരു 10 മാസമൊക്കെ പ്രായമുള്ള ഒരു കുട്ടിക്ക് സൂട്ടാവേണ്ട ഒരു അളവിലാണ് ഞാൻ അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ആ ഷർട്ടിൻ്റെ ആ ബട്ടൺസൊക്കെ വരേണ്ട ആ ഭാഗമാണ് യോക്കിന് ഇട്ടിട്ടുള്ളത്. ഫ്രണ്ട് പ്ലെയിൻ ആക്കിയിട്ട് ഇങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഷർട്ട് കറക്റ്റായിട്ട് നീർത്തി വെക്കുക. അതിൻ്റെ പോക്കറ്റൊക്കെ നമ്മളൊന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ബട്ടൺസൊക്കെ ഇട്ട് കറക്റ്റായിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് ഷർട്ട് നീർത്തി വെക്കുക കേട്ടോ. എന്നിട്ട് ഈ ബട്ടൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ മുകൾ ഭാഗം വരാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് ആ കഴുത്ത് കഴിഞ്ഞേക്ക് തന്നെ ആ ബട്ടൺസ് കിട്ടുള്ളൂ ബാക്ക് സൈഡിൽ. അപ്പോൾ ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ അവിടെ ഒരു ലൈൻ വരച്ചെടുത്തു കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ടൊരു ലൈൻ വരച്ചെടുത്തു. ഇനി പട്ടൻ്റെ കറക്റ്റ് സെൻറ്ററിലൊരു മാർക്കിംഗ് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഷോൾഡർ ഒരു 7 ഇഞ്ച് ഷോൾഡറാണ് വെക്കുന്നത്. അതായത് ഒരു 8 മാസം പ്രായമുള്ള കുട്ടിക്കില്ല 7 ഇഞ്ച് മതി. അതിൻ്റെ പകുതി 7ൻ്റെ പകുതി ഒരു 3.25 വരും. അത് ഈ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്ക് 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അങ്ങനെ കറക്റ്റ് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക കേട്ടോ. സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്ക് 3.25 ഇഞ്ച് മാർക്ക് ചെയ്താൽ കറക്റ്റ് 7 ഇഞ്ച് വരും. ഇനി ഇതിൻ്റെ യോക്ക് മാർക്ക് ചെയ്യണേ. ഒരു 8 ഇഞ്ച് യോക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7 ഇഞ്ച് യോക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ മുകൾ ഭാഗത്ത് നിന്ന് ഈ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കണ്ട് അവിടെ ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തു കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ടൊരു ലൈൻ വരച്ചെടുത്തു. ഇനി അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സ്കേർട്ട് പാർട്ടുണ്ട്. അടിഭാഗത്തേക്ക് വരേണ്ട പീസാണ്. അതൊരു 9 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 8 ഇഞ്ച് ഈ ഭാഗം ഉണ്ടാവുള്ളൂ. ആ ഒരു 9 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗത്തും ഇതുപോലെ കറക്റ്റായിട്ട് ഒരു ലൈൻ വരച്ചെടുത്തു കേട്ടോ. ഓക്കെ, അടുത്തതിൻ്റെ ആമോള് മാർക്ക് ചെയ്യണേ. അപ്പോൾ ഇവിടുന്ന് ഒരു 4 ഇഞ്ച് അടിഭാഗത്തേക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഒരു 4 ഇഞ്ച് മതി, കാരണം ഒരു 8 വയസ്സായ കുട്ടിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 4 ഇഞ്ച് തന്നെ ധാരാളമാണ്. അപ്പോൾ ഒരു 4 ഇഞ്ച് അടിഭാഗത്തേക്ക് ആമോള് മാർക്ക് ചെയ്ത് കണ്ട് ഇതുപോലെ ലൈൻ വരയ്ക്കുക. 2 ഭാഗത്തും 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടോ. ഇവിടുന്ന് മുകളിൽ നിന്ന് അടിഭാഗത്തേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് ആ ഷോൾഡറിൻ്റെ ആ ലെവൽ അടിഭാഗത്തേക്കും ഇതേപോലെ ആ ലൈൻസ് അടിഭാഗത്തേക്ക് ഇറക്കി കൊടുക്കുക കേട്ടോ. ഷോൾഡറിൻ്റെ ആ മാർക്കിങ് ആ ലെവൽ കറക്റ്റായിട്ട് അടിഭാഗത്തേക്ക് മാർക്ക് ചെയ്യുക. ഈ ഭാഗമാണ് ഇതിൻ്റെ സെൻറ്റർ വരിക. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് 9 ഇഞ്ചാണ് ചെസ്റ്റ്. അപ്പോൾ അത് 9ൻ്റെ പകുതി 4.5 ഇഞ്ച് വരും. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ 9 ഇഞ്ച് കറക്റ്റ് ആവും. ഓക്കെ, 9 ഇഞ്ച് അതിൻ്റെ ചെസ്റ്റ് ഉള്ളൂ. അപ്പോൾ 9 ഇഞ്ച് അതേമാതിരി മാർക്ക് ചെയ്യും. അതേമാതിരി തന്നെ വേസ്റ്റിൻ്റെ അവിടുത്തെ അളവും 9 ഇഞ്ചാണ്. സെൻറ്ററിൽ നിന്ന് 4.5 ഇഞ്ച് 2 ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കണ്ട് 9 ഇഞ്ച് അവിടെയും മാർക്ക് ചെയ്തിട്ടോ. ഈ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും അളവ് 9. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കണ്ട് കറക്റ്റ് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കണ്ട് ഇതുപോലെ ലൈൻ വരച്ചു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ തുമ്പ് ഇട്ട് കൊടുക്കണം. 2 ഭാഗത്തും 1 ഇഞ്ച് തുമ്പ് നമ്മളെ മാർക്ക് ചെയ്ത മാർക്കിംഗ് വന്ന് എക്സ്ട്രാ 1 ഇഞ്ച് തുമ്പാടെ തുമ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പ് മാർക്ക് ചെയ്യട്ടോ. എന്നിട്ട് ഇതേപോലെ അവിടെയും ഇതുപോലെ ഒരു ലെൻസ് വരച്ച് കണ്ട് ഇവിടെ ഈ ആമോളിൻ്റെ അവിടെ ഒരു ഷേപ്പ് വരയ്ക്കുക. അതായത് ഇതേപോലെ ആമോളിൻ്റെ അവിടെ ചെറുതായിട്ടൊരു ഷേപ്പ് വരയ്ക്കുക കേട്ടോ. ഓക്കെ, ഇതേപോലെ ചെറുതായിട്ടൊരു ഷേപ്പ് വരച്ചു. ഇനി ഇത് കട്ട് ചെയ്യണം. ഫസ്റ്റ് ഈ ഭാഗം കറക്റ്റായി സെൻറ്ററായി കട്ട് ചെയ്ത് മാറ്റിയാണ്. ഓക്കെ, കറക്റ്റ് ഈ ഭാഗം ആ യോക്കിൻ്റെ അവിടെ ആ മാർക്കിങ് കറക്റ്റായിട്ട് സ്റ്റിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കി കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഇതിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട് ഈ ഷേപ്പ് കട്ട് ചെയ്ത് കണ്ട് ഇതുവരെയാണ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ, കറക്റ്റായിട്ട് ആ ഷേപ്പിലൂടെ കട്ട് ചെയ്ത് കണ്ട് അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഷേപ്പ് കട്ട് ചെയ്ത് ഇതുപോലെ ഇറക്കി ഇവിടം വരെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഓക്കെ, ഇതുവരെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഇത് വളരെ സിമ്പിളാട്ടോ. നമ്മൾ ഈ ഓൾഡ് ഷർട്ട് കൊണ്ടൊക്കെ ഏത് അളവിൽ ഇതുപോലെ ചെയ്യാട്ടോ നമുക്ക്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗമല്ല ഈ മാർക്കിങ് ഇവിടെയും കട്ട് ചെയ്ത് മാറ്റി. ഓക്കെ, ഇത് വേണ്ട, ഇത് വേസ്റ്റാണ്. അപ്പോൾ ഈ 2 പീസിൻ്റെ ആവശ്യം നമുക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഇവിടെ ചെറിയൊരു ഷേപ്പ് വരയ്ക്കുക. അതായത് അതിൻ്റെ സ്കേർട്ടിൻ്റെ അടിഭാഗം വരേണ്ട ആ സൈഡ് ഭാഗമാണത് കേട്ടോ. സ്കേർട്ടിൻ്റെ അടിഭാഗത്തെ 2 സൈഡാണ് ഈ ഭാഗം. അപ്പോൾ അവിടെ ചെറിയൊരു ഷേപ്പ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇതേപോലെ ചെറിയൊരു ഷേപ്പ് വരച്ചിട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ ബട്ടൺസ് ഇല്ലേ, ഈ ബട്ടൺസിന് കഴിക്കുകയാണ്. ഞാൻ ആ ബട്ടൺസ് അയച്ചു മാറ്റിയിട്ട് ആ ബട്ടൺസ് വരേണ്ട ഒരു പട്ടുണ്ട്, അതും ആ വോൾസ് വരേണ്ട ഒരു പട്ടുണ്ട്. ആ ബട്ടൺ മാറും വോൾസ് മാറും.
അത് രണ്ടും കട്ട് ചെയ്ത് മാറ്റിയാണ്, അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, ആ ബട്ടൺസ് വരേണ്ട മാറ് അതും കട്ട് ചെയ്ത് മാറ്റി. അതേപോലെ ആ ഹോൾസ് വരേണ്ട ആ ഒരു പട്ടുണ്ട് കുറച്ച് കട്ടി കൂടുതലാവും, അതിൻ്റെ ഉള്ളിൽ ക്യാൻവാസൊക്കെ വെച്ച് കണ്ടൊക്കെ അടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് കണ്ട് മാറ്റി. അപ്പോൾ ഒരൊറ്റ പീസായിട്ട് നമുക്ക് കിട്ടിട്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ യോക്കിൻ്റെ അടിഭാഗത്ത് പ്ലീറ്റ് വെക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട പീസ് കേട്ടോ, സ്കേർട്ട് പീസാണത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കട്ടിങ്. ഇത് വേസ്റ്റാണ്, ഇതിൻ്റെ ആവശ്യമില്ല, അത് മാറ്റി വെച്ചു. ഇതാണ് ഇതിൻ്റെ സ്കേർട്ട് പാർട്ട്, ഇതാണ് ഇതിൻ്റെ യോക്ക്. ഈ ഭാഗമാണ് ഇതിൻ്റെ ബാക്ക് വരിക കേട്ടോ. അപ്പോൾ ഈ ഭാഗത്താണ് ബാക്ക്, ഇതാണ് ഫ്രണ്ട് വരേണ്ട ഭാഗം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഇതേപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യാണ്. ഇതിൻ്റെ കഴുത്ത് അടിഭാഗത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഒരു 3 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി. ഒരു 10 മാസമൊക്കെ പ്രായമുള്ള കുട്ടിക്കല്ലേ, അപ്പോൾ ഒരു 3 ഇഞ്ചൊക്കെ മതി കേട്ടോ. 3 ഇഞ്ച്. അതേപോലെ ഈ സൈഡിക്ക് ഒരു 1.5 ഇഞ്ച് സൈഡിക്കും മാർക്ക് ചെയ്യുക. ഓക്കെ, 1.5 ഇഞ്ച് സൈഡിക്കും അടിഭാഗത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക, കഴുത്തിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിന് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഒരു 3 ഇഞ്ച് അടിഭാഗത്ത് അല്ലെങ്കിൽ 2.5 ഇഞ്ച് അടിഭാഗത്തേക്ക് ലെങ്ത് ഇട്ടാലും കഴുത്ത് മതി, എന്നാലും ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കാണത്. ഈ ബാക്ക് പീസ് ചെയ്യുന്നുണ്ട്. ഈ ബാക്കിൻ്റെ മുകളിൽ ഈ ഫ്രണ്ടിൻ്റെ യോക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെക്കുക. വെച്ചിട്ട് ഈ മുകൾ ഭാഗത്തുനിന്ന് അടിഭാഗത്തേക്ക് ഒരു 1.5 ഇഞ്ചൊക്കെ മതി കേട്ടോ. 1.5 ഇഞ്ച് മതി ലെങ്ത് കേട്ടോ, ബാക്ക് കഴുത്ത്. ഓക്കെ, എന്നിട്ട് അതിന് കട്ട് ചെയ്യാണ്. ആ കഴുത്തിൻ്റെ വീതി നമ്മൾ ഫ്രണ്ടിൻ്റെ കഴുത്തിൻ്റെ അതേ വീതിയിൽ തന്നെയാണ് ബാക്കിൻ്റെ കഴുത്തിൻ്റെ ലെങ്ത്ത് ഒരു 1.5 ഇഞ്ച് വെച്ചുകൊണ്ട് ആ കഴുത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് ഈ ഓൾഡ് ഷർട്ട് റിയൂസിൻ്റെ കുറേ വീഡിയോസ് ഇതിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ എടുത്ത് വാച്ച് ചെയ്യുക. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ മോഡലുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇതേപോലെ കഴുത്ത് കറക്റ്റായിട്ട് വെട്ടി. ഈ കഴുത്തിൻ്റെ ഈ ബട്ടൻ്റെ അവിടുന്ന് മുകൾക്കുള്ള അകലം ഒരു 1 ഇഞ്ചോ 3/4 ഇഞ്ചൊക്കെ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കഴുത്ത് കറക്റ്റായിട്ട് പൈപ്പ് ചെയ്ത് വരുമ്പോൾ ആ കഴുത്തിന് ചാരിയിട്ട് തന്നെ ബട്ടൺസ് വരുള്ളൂ. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ കട്ടിങ് ഇത്രേ ഉള്ളൂ. കട്ടിങ് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിന് മുമ്പേ ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ അവിടെയും അതേപോലെ ആം ഹോളിൻ്റെ അവിടെയും ഈ ടോപ്പിൻ്റെ അടിഭാഗത്തും പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാണ്ട് ചെയ്യേണ്ടത്. ഒരു ക്രോസ് പീസാണ്, ഇതൊരു വേസ്റ്റ് തുണിയാണ്. അതിമൊന്ന് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. 1.5 ഇഞ്ച് വീതിയുള്ള കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അതായത് ഇതിൻ്റെ കഴുത്ത് പൈപ്പ് ചെയ്യണം, അതേപോലെ 2 ആം ഹോൾ പൈപ്പ് ചെയ്യണം, സ്കേർട്ടിൻ്റെ അടിഭാഗത്തേക്ക് ഒരു പൈപ്പിങ് കൊടുക്കണം, അതേപോലെ യോക്കിൻ്റെ അടിഭാഗത്തേക്ക് ഒരു പട്ടിയും വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ആവശ്യമുള്ള കുറച്ച് ക്ലോത്താൽ കുറച്ച് പീസാൾ ക്രോസ് പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ ചെയ്യുന്നുണ്ട്. ജോയിൻറ്റ് ചെയ്ത് കണ്ട് നമുക്ക് പൈപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ക്രോസിലുള്ള ഒരു 1.5 ഇഞ്ച് വീതിയിൽ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും. ഓക്കെ, ഇത് ബാക്കാണ്, ബട്ടൺസ് ഉള്ള ഭാഗമാണ് ബാക്ക് വരുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചുകൊണ്ട് അതിൻ്റെ ഷോൾഡറിൻ്റെ ആ ഭാഗം ജോയിൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഷോൾഡറിന് ജോയിൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ 2 ഷോൾഡറും അതേപോലെ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് ജോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ്. ഓക്കെ, അങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതേപോലെ വരും. ഇത് മറിച്ച് വരുമ്പോൾ ഇതേപോലെ വരും. ഈ ബട്ടൺസിന് അയച്ച് മാറ്റിയാണ്. ഓക്കെ, ബട്ടൺസ് ഓപ്പൺ ആക്കുക, ബട്ടൺസിൻ്റെ ആ ഭാഗം കേട്ടോ. എന്നിട്ട് ഇത് പൈപ്പ് ചെയ്യാണ്. ഇത് ചീത്ത വശത്തുനിന്ന്, അതായത് നമ്മളെ ടോപ്പിൻ്റെ ആ യോക്കിൻ്റെ ഉൾഭാഗത്ത് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നല്ല വശത്തേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത്. ഈ പീസില്ലേ, ഇത് ഇതേപോലെ കറക്റ്റ് സെൻട്രൽ ഫോൾഡ് ചെയ്യുക ഇതേപോലെ. എന്നിട്ട് ഈ ഭാഗമല്ലേ, ഈ തുമ്പ് വരേണ്ട ഭാഗവും ഈ കഴുത്തിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗം ഒപ്പം വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാണ്. സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നല്ല വശത്തേക്ക് മറിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി. കറക്റ്റായിട്ട് വെക്കുക. കഴുത്തിൻ്റെ ആ കഴുത്ത് കട്ട് ചെയ്ത് ആ ഭാഗം നമ്മൾ പൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ 1.5 ഇഞ്ച് വീതിയുള്ള പീസ് കറക്റ്റ് സെൻട്രലാണ് ഫോൾഡ് ചെയ്തിട്ട് ആ പീസും ഒപ്പം വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇതേപോലെ ഇത് ഉൾഭാഗത്ത് വെച്ചുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഈ ടോപ്പിൻ്റെ ഉൾഭാഗത്ത് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നല്ല വശത്തേക്ക് മറിക്കുകയാണ്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഇതേപോലെ ഇതാവും, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ആ മാറിൻ്റെ ആ ഭാഗം കഴിഞ്ഞിട്ടും ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ട് അത് ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതായത് കഴുത്ത് പൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക.
അപ്പോൾ നമ്മൾ ആ പൈപ്പിംഗ് പീസ് കറക്റ്റായിട്ട് സെൻട്രൽ ഫോൾഡ് ചെയ്ത് കൊണ്ടാണ് ഫസ്റ്റ് അടിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ച് വരുമ്പോൾ പിന്നെ നല്ല കറക്റ്റായിട്ട് കിടക്കൂട്ടോ അതേപോലെ അടിച്ചാൽ. അപ്പോൾ ഇതേപോലെ ആ കഴുത്തിൻ്റെ ഭാഗം ഫുള്ളായിട്ട് പൈപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരേ വീതിയിൽ തന്നെ പൈപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് അടിക്കട്ടോ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു അരഞ്ച് തള്ളി നിൽക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. അത് ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അത് വീണ്ടും ഇതേപോലെ തന്നെ പൈപ്പിംഗ് വരുന്ന രൂപത്തിൽ നല്ല വശത്തേക്ക് തന്നെ ഫോൾഡ് ചെയ്ത് കണ്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇവിടെ വരുമ്പോൾ വിലങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെ വരും കറക്റ്റായിട്ട്. അതിൻ്റെ പൈപ്പിംഗ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ ആ മോള് നമ്മൾ പൈപ്പ് ചെയ്യാൻ ചെയ്യേണ്ടത്. ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ ഫോൾഡ് ചെയ്തു. കറക്റ്റ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ തുമ്പ് കറക്റ്റായിട്ട് ആ മോളിൻ്റെ ആ തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ കറക്റ്റായിട്ട്. ഓക്കെ, ഇതേപോലെ ഉൾഭാഗത്ത് വെച്ചുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് പുറത്തേക്ക് നല്ല വശത്തേക്ക് മറിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും അടിക്കുമ്പോൾ ഒരേ വീതിയിൽ അടിക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഒരേ വീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. എന്നാലും ഇത് മറിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ അതേ കറക്റ്റ് ഒരേ രൂപത്തിൽ തന്നെ ഒരേ വീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് ഇതിന് മറിക്കുകയാണ്. ഓക്കെ, മറിച്ചിട്ട് അതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ചെയ്യണത്. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യട്ടോ. ഇതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ആമോളും ഇതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യണത്. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ആ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാണ്. അപ്പോൾ ഇതേപോലെ വരും. ഓക്കെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യട്ടോ. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ വരും. ഓക്കെ, കറക്റ്റായിട്ട് കഴുത്തും ഇതിൻ്റെ രണ്ട് ആമോളും നമ്മൾ പൈപ്പ് ചെയ്തു. ഇതാവണം, ഇവിടെ ഓപ്പണാണ്, ഫുള്ള് ഓപ്പണാണ് കേട്ടോ. അവിടെ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല, ഫുൾ ഓപ്പണാണ്. ബാക്കാണത്, ബാക്ക് സൈഡ് ഫുൾ ഓപ്പണാണ്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് കണ്ട് ഇതുപോലെ ഷോൾഡർ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ വരും കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിടക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും ഒരേ വീതിയിൽ തന്നെ ഫോൾഡിംഗ് ഒക്കെ പൈപ്പിംഗ് ഒക്കെ ഒരേപോലെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഈ യോക്കിൻ്റെ ഈ അടിഭാഗത്ത് ഒരു പട്ട വെച്ചെടുക്കണം. ഓക്കെ, അതിന് ഈ അടിഭാഗത്തു നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ചെറിയൊരു വെട്ടിട്ട് കൊടുക്കുക, രണ്ട് പീസിനും കൂട്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് അതൊന്ന് മുകൾ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാണ്ട് ഒന്ന് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റായിട്ട് ഇതേപോലെ. അതായത് നമുക്ക് അവിടെ ഒരു പട്ട വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മാർക്കിങ് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കണ്ട് ഒന്ന് പ്രസ് ചെയ്യുക, നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ പീസ് വെക്കുക. ഈ പീസ് വെച്ചിക്കാണ്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ആ മാർക്കിംഗ് ഇല്ല, ഫോൾഡിങ്ങിൻ്റെ ആ മാർക്കിംഗ് ഇല്ലേ, ആ മാർക്കിങ്ങിൻ്റെയും ഒരു 1/4 ഇഞ്ച് അടിഭാഗത്തേക്ക് പീസ് വെച്ചുകൊണ്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ആ 1 ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുക കറക്റ്റായിട്ട്. ഇതാണ് നമ്മൾ മാർക്കിങ്. ആ മാർക്കിംഗ് ഒന്നും ഒരു 1/4 ഇഞ്ചും കൂടെ ഈ പീസ് അടിഭാഗത്തേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് വരേണ്ടത് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് കണ്ട് നഖം കൊണ്ട് പ്രസ് ചെയ്ത് ആ മടക്കില്ലേ, ആ മടക്കിലൂടെയാണ് സ്റ്റിച്ചിങ് വരേണ്ടത് കേട്ടോ. അതിനനുസരിച്ച് ആ പീസ് വെച്ചുകൊണ്ട് ആ യോക്കുമ്പോൾ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ എക്സ്ട്രാ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇത് ഈ ഭാഗത്തേക്ക് അടിഭാഗത്തേക്ക് മറിക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ടൊരു പട്ടായിട്ടാണ് കിടക്കും. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഇതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. കറക്റ്റായിട്ട് നമ്മൾ പതിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അല്ലാതെ ഈ പട്ടൻ്റെ മുകളിൽ കൂടെ വേറെ സ്റ്റിച്ചിങ് ഒന്നുമില്ല. ഒന്ന് പതിഞ്ഞ് കിടക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡും അതിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇതേപോലെ വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യോക്കിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ സൈഡ് മൂട്ടണം. അതിന് മുമ്പേ ഇവിടെ ഫുൾ ഓപ്പണായി കിടക്കുകയാണ്. മുകൾ ഭാഗം വരെ ഓപ്പണാണ്. ഇവിടെ കുറച്ചൊന്ന് ക്ലോസ് ചെയ്യണം. ഇതിൻ്റെ അടിഭാഗം ഏകദേശം ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് വീതിയിൽ അതിൻ്റെ അടിഭാഗം ഒരു 1.5 ഇഞ്ച് വീതിയിൽ കുറച്ചൊന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഫുള്ളായിട്ട് ഓപ്പണായിട്ട് വേണ്ട, കുറച്ചൊന്ന് ക്ലോസ് ചെയ്യാണ് ചെയ്യണം കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് ആ പട്ടൻ്റെ അതേ രൂപത്തിൽ അതേ വീതിയിൽ തന്നെ നമ്മളത് ക്ലോസ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അവിടെ ഒരു 1.5 ഇഞ്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഷോൾഡറിൻ്റെ കറക്റ്റ് ആ ജോയിൻറ്റ് അവരുടെ ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇതേപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കണ്ട് നമ്മൾ അളവ് 9 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ്. അത് കറക്റ്റ് സെൻറ്ററിൽ 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, 9 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേപോലെ വേസ്റ്റിൻ്റെ അവിടെയും 9 ഇഞ്ച് കറക്റ്റായിട്ട് സെൻറ്ററിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും 4.5 ഇഞ്ച് കറക്റ്റാക്കിയിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതുപോലെ ഒരു ലൈന് വരയ്ക്കുകയാണ്. ആ ലൈന് വരച്ചിട്ട് അവിടെ കറക്റ്റായിട്ട് അതിമോ കൂടെ ആ മാർക്കിങ് കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തു. അതേപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്തും ആ മാർക്കിങ് കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ചെയ്യണത്.
ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വെക്കുക, ഒന്ന് ലെവൽ ചെയ്താൽ മതി കേട്ടോ, കൂടുതലൊന്നും കട്ട് ചെയ്ത് മാറ്റണ്ട. ഓക്കെ, ഒന്ന് ലെവൽ ചെയ്തു. നൂലും അതിൻ്റെ ബാക്കി വേസ്റ്റ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് തള്ളിക്കണമൊക്കെ വെട്ടിക്കാണ്ട് ക്ലിയർ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് മറിച്ച് വരുമ്പോൾ ഇതാ ഇതേപോലെ വരും കറക്റ്റായിട്ട്. നമ്മൾ ഇതിൻ്റെ യോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഓൾഡ് ഷർട്ടൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് റീയൂസും ചെയ്യാം. ഇനി യോക്കുമേ ഈ സ്കേർട്ട് പാർട്ട് ജോയിൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട്. ഇത് ജോയിൻ്റ് അടിക്കുമ്പോൾ ഈ ജോയിൻറ്റ് ഇതാ ഇവിടെ ജോയിൻറ്റ് ചെയ്യും. ഈ രണ്ട് ഭാഗം ഇവിടെ ജോയിൻറ്റ് ചെയ്യും. ഈ ജോയിൻറ്റ് കറക്റ്റായിട്ട് ഈ ബാക്കിൻ്റെ ഈ പട്ടൻ്റെ സെൻറ്ററിലാണ് വരേണ്ടത്. പിന്നെ അതേപോലെ ഈ ഫ്രണ്ടിക്ക് വരേണ്ട ഭാഗം ഈ ഭാഗമാണ് ഫ്രണ്ടിക്ക് വരേണ്ട ഭാഗം കേട്ടോ. ഇതാണ് ഫ്രണ്ടിക്ക് വരിക. ഈ ഭാഗം ഇപ്പോൾ ഈ ഷർട്ട് അടിച്ച ജോയിൻ്റ് ഉണ്ട്, ഈ സൈഡത്തെ ജോയിൻറ്റ്, അത് കറക്റ്റ് ഈ സൈഡിലേക്ക് വരും യോക്കിൻ്റെ. അതേപോലെ ഈ ഷർട്ടിൻ്റെ രണ്ടാമത്തെ സൈഡ് അടിച്ച ജോയിൻ്റ് ഉണ്ട്, അത് ഈ യോക്കിൻ്റെ ഈ രണ്ടാമത്തെ സൈഡിലേക്കും വരും. ബാക്കിയുള്ള എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ ഫ്രണ്ടിൽ പ്ലീറ്റായി കിടക്കുകയാണ്. അതേപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ബാക്കിലും പ്ലീറ്റായിട്ട് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ മനസ്സിലാവും വിചാരിക്കുന്നു. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കറക്റ്റായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം കറക്റ്റായിട്ട് പ്ലീറ്റ് വെക്കുക. ഓക്കെ, ഒരു 4 ഇഞ്ച് വീതിയിൽ ഒരേ പ്ലീറ്റ് തന്നെ വെക്കണം കേട്ടോ. ഓക്കെ, അതായത് ഈ ഫസ്റ്റ് ഈ ജോയിൻറ്റ് വരെ പ്ലീറ്റ് വെച്ചാൽ ഒരു 4.5 ഇഞ്ചേ പാടുള്ളൂ. 4.5 ഇഞ്ച് എന്താ ഈ ഇവിടുന്ന് ഈ ജോയിൻറ്റ് വരെ പ്ലീറ്റ് വെക്കുമ്പോൾ ഒരു 4.5 ഇഞ്ച്, എന്നാലും നമ്മൾ ആ ബാക്കിൻ്റെ യോക്ക് ഹാഫ് 4.5 ഇഞ്ചാണല്ലോ, അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി ഇതിപ്പോൾ ഈ ഭാഗം ഫ്രണ്ടിൻ്റെ ഭാഗമാണ് നമ്മൾ പ്ലീറ്റ് വെക്കേണ്ടത്. ഈ ഭാഗമാണ് ഫ്രണ്ടിക്ക് വരിക. അപ്പോൾ ഈ ജോയിൻറ്റ് തൊട്ട് ഇതിൻ്റെ ഷർട്ട് അടിച്ച സൈഡിലൊരു ജോയിൻറ്റ് ഉണ്ട്, ആ ജോയിൻറ്റ് തൊട്ട് രണ്ടാമത്തെ ജോയിൻറ്റ് വരെ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ 4.5 + 4 9 ഇഞ്ച്. അതായത് നമ്മൾ ഫ്രണ്ടിൻ്റെ യോക്കിൻ്റെ വീതി 9 ഇഞ്ചാണ് വരുന്നത് വേസ്റ്റിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ 9 ഇഞ്ച് കറക്റ്റായിട്ട് ഇവിടെ ഇതുപോലെ 4 ഇഞ്ച് കറക്റ്റായിട്ട് പ്ലീറ്റ് വെക്കുക കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് പ്ലീറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫുള്ളായിട്ട് പ്ലീറ്റ് വെച്ചു. എന്നിട്ട് ഈ ജോയിൻറ്റ് കറക്റ്റായിട്ട് ഇവിടെ ജോയിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് വെച്ച് നോക്കുക കറക്റ്റാണോ. അപ്പോൾ ഓക്കെയാണ് കേട്ടോ, കറക്റ്റാണ്. ഇനി ഇതിൻ്റെ ഈ സൈഡ് ഇവിടെ ജോയിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. എന്താ ഈ രണ്ട് തുമ്പും ഒപ്പം വെച്ചുകാണ്ട് ഇതിൻ്റെ സൈഡ് ജോയിൻറ്റ് അടിക്കുക കേട്ടോ കറക്റ്റായിട്ട്. ഓക്കെ, ഈ ജോയിൻറ്റ് ചെയ്ത ഈ ഭാഗം ഈ ബാക്കിൻ്റെ യോക്കിൻ്റെ കറക്റ്റ് സെൻറ്റർക്ക് വരണം. ഇതേപോലെ കറക്റ്റ് ആ സെൻറ്റർക്ക് വരണം കേട്ടോ. ഇതാണ് ഉൾഭാഗം, ആ ജോയിൻറ്റ് കാണുന്നുണ്ട്, ഇതാണ് ഉൾഭാഗം. ഇത് കറക്റ്റ് ഈ ബാക്കിൻ്റെ യോക്കിൻ്റെ കറക്റ്റ് ആ പട്ടൻ്റെ സെൻറ്റർക്ക് വരണം. ഓക്കെ, ഇതേപോലെ ഇതാണ് ആ പട്ടൻ്റെ സെൻറ്റർ. ആ ജോയിൻറ്റ് ഇതവിടെ അത് കറക്റ്റായിട്ട് ആ സെൻറ്റർക്ക് വരേണ്ട രൂപത്തിൽ വെച്ചുകൊണ്ട് ആ യോക്ക് ആ സ്കേർട്ട് പാർട്ടിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഫുള്ള് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പം എന്താണ് മറിക്കുക, മറിക്കുമ്പോൾ ഇതേപോലെ വരും. ഓക്കെ, കറക്റ്റായിട്ട് വരുന്നുണ്ട്. എൻ്റെ സ്കേർട്ട് പാർട്ടൊക്കെ കറക്റ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ പ്ലീറ്റ് വെച്ചാൽ കറക്റ്റിൽ തന്നെ കിടക്കുള്ളൂ. ഇനി ഈ പട്ട ഉപയോഗിച്ച് ഇതിൻ്റെ അടിഭാഗത്ത് പൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. സ്കേർട്ടിൻ്റെ അടിഭാഗം പൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ മോളും കഴുത്തൊക്കെ പൈപ്പ് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഉൾഭാഗത്ത് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നല്ല വശത്തേക്ക് പുറത്തേക്ക് മറിക്കുകയാണ് ചെയ്യണം കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ അടിഭാഗത്ത് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നല്ല ഭാഗത്തേക്ക് പുറത്തേക്ക് മറിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യണം കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് ഒരേ വീതിയിൽ തന്നെ ആ പൈപ്പിംഗ് പീസ് അടിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളും കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഓക്കെ, കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ ഈ ഭാഗത്ത് ഇതേപോലെ വരികയാണ്. എന്നിട്ട് ഇത് നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് അതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ തല വരെ ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഈ യോക്കിൻ്റെ അവിടെ ഒരു ബോം വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് വളരെ സിമ്പിളാണ്. ഇതേപോലെ നമ്മൾ ഒഴിവാക്കുന്ന പഴയ ഷർട്ടുകളൊക്കെ ഉണ്ടാവും, ഇതേപോലെ നമുക്ക് റീയൂസും ചെയ്യാം. നമ്മൾ ഇപ്പോൾ 8 മാസം 9 മാസം 1 വയസ്സ് 2 വയസ്സ് 4 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ ഷർട്ട് വന്നതിന് സ്റ്റിച്ച്